സത്യത്തിൻ്റെ പരിജ്ഞാനം നമ്മിലുണ്ടെങ്കിൽ നാം പോകുന്നത് എങ്ങോട്ടാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പുഞ്ചിരിയോടെ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി റെഡിയാകാം, പുഞ്ചിരിയോടെ കാത്തിരിക്കാം. കാരണം നമ്മുടെ ലൈഫിൽ കർത്താവിൻ്റെ ആനന്ദത്തെ തന്നിരിക്കുകയാണ്, ആ സന്തോഷത്തെ തന്നിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കത്തുകൾ എഴുതുമ്പോൾ ജനങ്ങളെ ഓർപ്പിച്ചൊരു കാര്യം ഇതാണ്: കർത്താവിൽ സന്തോഷിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുക. ആ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് വന്നു ചേരട്ടെ. ആ സന്തോഷം നമ്മുടെ ബോഡി ലാംഗ്വേജിലുണ്ടാകട്ടെ, നമ്മുടെ സംസാരത്തിലുണ്ടാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, നമ്മുടെ ആറ്റിറ്റ്യൂഡിലും മനോഭാവത്തിലും എല്ലാം ഈ ഒരു സന്തോഷം വന്ന് ചേരട്ടെ. ഈ സന്തോഷം നമ്മുടെ ഡീപ്പ് ഡൗൺ നമ്മുടെ ഹാർട്ടിലുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങൾക്കും ഒരു വ്യത്യാസം വരാൻ പോവുകയാണ്. ആമേൻ. പല കാര്യങ്ങൾക്കും ഒരു വ്യത്യാസം വരുന്നതിന് മുമ്പ് തന്നെ കർത്താവിലുള്ള ആ സന്തോഷം നമ്മളിൽ നിറയ്ക്കട്ടെ. ആമേൻ. അത് വേണ്ട വ്യക്തികൾ ചേർന്നൊരു ആമേൻ പറഞ്ഞാലും ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജസ്ഥാനിൽ നിന്ന് സിസ്റ്ററാണ് മറിയമ്മ വർഗീസ്. എനിക്ക് സന്തോഷമുള്ളത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് പല വ്യക്തികളും വന്ന് ഇതിൻ്റെ പങ്കാളികളാകുന്നത്. ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. രാജസ്ഥാനിൽ നിന്നൊരു വ്യക്തിയാണ്. ഇന്ന് മകൻ അജയ് വർഗീസിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അജയ് കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹോദരനെ കർത്താവ് ബ്ലെസ് ചെയ്യട്ടെ. അപ്പോൾ തന്നെ ജൂൺ 13 പിതാവിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് മറിയം സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സിസ്റ്ററിൻ്റെ ലൈഫിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി മകൻ അജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം ഇന്ന് മുതൽ ലൈഫിലൊരു ഷിഫ്റ്റ് നടക്കട്ടെ, ലൈഫിലൊരു വ്യത്യാസം ഉണ്ടാകട്ടെ, ഒരു മുന്നേറ്റം ഉണ്ടാകട്ടെ, ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ജൂൺ 13 പിതാവിൻ്റെ ജന്മദിനമാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ആ പിതാവിനെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെ ലൈഫിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കാണട്ടെ. മുൻപിലേക്കുള്ള യാത്രയിൽ കർത്താവ് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവുമായിട്ട് അടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എല്ലാ കുടുംബാംഗങ്ങളും നല്ല ആരോഗ്യത്തിൽ ആയിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ബ്ലെസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ശ്രീകാര്യത്തിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ തന്നെ ഈ മാസത്തിൻ്റെ അവസാനം നമുക്ക് UAE മിറക്കിൾ നൈറ്റ് നടക്കുകയാണ്. രണ്ടിലും അവിടെയുള്ള ആൾക്കാർ വന്ന് ചേരുക, പ്രത്യേകം ഓർപ്പിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിക്കുവാൻ ഒരുങ്ങൂ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ 2026 ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയും പാസ്റ്റർ ഷെമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന, രോഗസൗഖ്യ ശുശ്രൂഷ, ശക്തമായ ദൈവവചന സന്ദേശം. വെൽക്കം ബാക്ക്. ഈ മാസം, ജൂൺ മാസം, നമ്മുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് ടുഡേ കുടുംബങ്ങൾ, ബ്ലെസ്സിങ് ടുഡേ കണക്ട് ചെയ്ത് നിൽക്കുന്നവർ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ എൻ്റെ വ്യൂവേഴ്സോ അഭ്യുതകാംക്ഷികളോ whatever it is, ഇതിനോട് കണക്ട് ചെയ്ത എല്ലാവർക്കും, ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ജൂൺ മാസം, ഇറ്റ് ഈസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അസാധാരണമായ രീതിയിൽ ജനങ്ങളെ, വ്യക്തികളെ, സഭകളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മാസമാണ് ഇന്നത്തെ എന്ന് വെച്ചാൽ ജൂൺ മാസം 11 വ്യാഴാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് സ്റ്റാൻഡിങ് ഫോം ഇൻ ട്രൂത്ത്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. വളരെ പെട്ടെന്ന് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. സ്റ്റാൻഡിങ് ഫോം ഇൻ ട്രൂത്ത്. അത് ഇന്നത്തെ നിങ്ങളുടെ അറ്റൻഡൻസാണ്. ലൈവായി കാണുകയാണെങ്കിലും റീപ്ലേ ആണെങ്കിലും നിങ്ങളുടെ അറ്റൻഡൻസാണ്. ജോൺ 8:32 അതാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ദെൻ യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. യോഹന്നാൻ്റെ സുവിശേഷം 8:32 അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും
സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഡെക്ലറേഷൻ നോക്കുക. ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ് ആങ്കേഴ്സ് മൈ സോൾ. ദൈവത്തിൻ്റെ സത്യം എൻ്റെ ആത്മാവിനൊരു നങ്കൂരമാണ്. ഐ എം ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫ്രീഡം ആൻഡ് റൈച്ചസ്നെസ്. അഥവാ സ്വാതന്ത്ര്യത്തിലും നീതിയിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ആ പേജിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ച് ദയവായി ഇന്ന് തന്നെ അത് ടിക്ക് ചെയ്യാം. സ്റ്റാൻഡിങ് ഫേം ഇൻ ട്രൂത്ത്. എല്ലാവരും ഒരിക്കൽ കൂടെ പറയാമോ? സത്യത്തിൽ ഉറച്ചു നിൽക്കുക. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. 4 കാര്യങ്ങൾ പറയാം. നമ്പർ 1, കുറിച്ച് വയ്ക്കുക. ട്രൂത്ത് മസ്റ്റ് ബി നോൺ പേഴ്സണലി. സത്യത്തെ വ്യക്തിപരമായി നാം മനസ്സിലാക്കണം, അറിയണം. സത്യം അറിയണം. എങ്ങനെ അറിയണം? പേഴ്സണലി അറിയണം. വ്യക്തിപരമായിട്ട് സത്യത്തെ അറിയാൻ കഴിയണം. ജീസസ് സെഡ്, യു വിൽ നോ ദ ട്രൂത്ത്. കർത്താവ് യേശുവാണ് പറയുന്നത്, നിങ്ങൾ സത്യം അറിയും. ഓരോരുത്തരും സത്യം അറിയും. ഓരോരുത്തരും സത്യത്തിൻ്റെ പരിജ്ഞാനമുള്ളവരായി മാറണം. ട്രൂത്ത് ഈസ് നോട്ട് മിയർലി ഇൻഫർമേഷൻ ഹേർഡ് ഒക്കേഷണലി. വല്ല കാലത്തും നമ്മൾ കേൾക്കുന്ന ഒരു അറിവല്ല സത്യം. പല വിവരങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. ഇത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണ്, IT-യുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ ഈ സത്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ചില അറിവ് ശേഖരണമല്ല. ഇറ്റ് മസ്റ്റ് ബിക്കം പേഴ്സണലി അണ്ടർസ്റ്റുഡ് ആൻഡ് എംബ്രേസ്ഡ്. വ്യക്തിപരമായി നമ്മൾ സത്യത്തെ അറിയുകയും അതിനെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. Psalm 119 വേഴ്സ് 105. 119-ാം സങ്കീർത്തനത്തിൻ്റെ 105-ാമത്തെ വചനം വായിക്കുമ്പോൾ, യുവർ വേർഡ് ഈസ് എ ലാംപ് ഫോർ മൈ ഫീറ്റ്. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്. കാലിന് ദീപം എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തടുത്ത ചുവടുകൾ എടുക്കണമെങ്കിൽ മുമ്പിലുള്ള പാത തെളിഞ്ഞിരിക്കണം. പക്ഷേ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, എൻ്റെ മുമ്പിൽ നിൻ്റെ വചനം വെളിച്ചമായി പ്രകാശിക്കുന്നതുകൊണ്ട് എനിക്ക് വഴി കാണാം. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ കാലെടുത്ത് വയ്ക്കുക. അഥവാ വചനം എൻ്റെ വഴിയാണ്, വചനം എൻ്റെ വിളക്കാണ്, വചനം എൻ്റെ മാർഗദർശിയാണ്, ഗൈഡാണെന്നാണ് അർത്ഥം. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 15. 2 തിമോത്തിയോസ് 2:15. കറക്റ്റ്ലി ഹാൻഡ്ലിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷകർ, ക്രിസ്തീയ ശുശ്രൂഷകർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഇൻസ്ട്രക്ഷനാണിത്. കറക്റ്റ്ലി ഹാൻഡ്ലിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം. വചനം ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധീകരിച്ച വെള്ളിക്ക് സദൃശ്യമാണെന്നൊക്കെ വചനമുണ്ട്. എന്ന് വെച്ചാൽ 7 പ്രാവശ്യം റിഫൈൻ ചെയ്ത വെള്ളി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇംപ്യൂരിറ്റിയുമില്ല, കറ തീർന്ന വെള്ളിയാണ്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. ഹോശേയ ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 6. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 4:6. മൈ പീപ്പിൾ ആർ ഡെസ്ട്രോയിഡ് ഫ്രം ലാക്ക് ഓഫ് നോളജ്. എൻ്റെ ജനമോ പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു പോകും. ഈ പരിജ്ഞാനം നൽകുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് അതിനെ സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷമോ എന്ന് പറയുന്നത്. സോ ഈ ലാക്ക് ഓഫ് നോളജ് കൊണ്ട് സത്യമറിയായികയാൽ അല്ലെങ്കിൽ പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. കാശില്ലാഞ്ഞിട്ട് നശിക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിത സൗകര്യങ്ങളില്ലാഞ്ഞിട്ട് നശിക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളുടെ ആക്രമണം നിമിത്തം, പോരാട്ടം നിമിത്തം നശിക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പകരം അവിടെ പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകും. ജീവിതത്തിൽ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു വ്യക്തത നമുക്ക് ആവശ്യമാണ്. ഇത് നൽകുന്നത് എന്താണെന്നറിയാമോ? സത്യം നമ്മൾ ഗ്രഹിക്കുന്നതാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം നമ്മിലുണ്ടെങ്കിൽ നാം പോകുന്നത് എങ്ങോട്ടാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. ട്രൂത്ത് സ്റ്റഡീഡ് ബിഫോർ ഹാൻഡ് ഗൈഡ്സ് ഡ്യൂറിങ് അൺസർട്ടനിറ്റി. അനിശ്ചിതാവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ള, ഗ്രഹിച്ചിട്ടുള്ള സത്യമാണ് അതിന് നടുവിലൂടെ പോകാൻ നമ്മെ സഹായിക്കുന്നത്. അഥവാ സത്യം നമ്മുടെ അകത്ത് അടുക്കടുക്കായി വച്ച്
പ്രിപ്പയർഡായിട്ടിരുന്നാൽ അനിശ്ചിതാവസ്ഥയുടെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നിശ്ചയമായും സത്യം നമ്മുടെ അകത്തുള്ളത് കൊണ്ട് കൃത്യമായ ചുവടുകളെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിക്കുവാൻ ഒരുങ്ങൂ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2026 ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ ഡാമിയൻ ആന്റണിയും പാസ്റ്റർ ഷെമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന, രോഗസൗഖ്യ ശുശ്രൂഷ, ശക്തമായ ദൈവവചന സന്ദേശം. ഇനി രണ്ടാമത്തത്, ട്രൂത്ത് എക്സ്പോസസ് വാട്ട് ഇസ് ഫാൾസ്. സത്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സത്യം ചുമ്മാ പറയുക മാത്രമല്ല, സത്യം പറയുമ്പോൾ തെറ്റായത് അസത്യമായത് വെളിപ്പെട്ടു വരികയും ചെയ്യും. അതായത് സത്യം അസത്യത്തെ, തെറ്റിനെ വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ തുറന്നു കാട്ടുന്നു. സത്യം ചുമ്മാ പറഞ്ഞാൽ മതി, തെറ്റായത് ഉടൻ തന്നെ എക്സ്പോസ്ഡ് ആവും. ഈ വെളിച്ചത്തിനൊരു പ്രത്യേകത, വെളിച്ചം ഒരിക്കലും വാളെടുത്ത് അല്ലെങ്കിൽ അഗ്രസീവായി വയലൻ്റായി ഇരുട്ടിനെ ഫൈറ്റ് ചെയ്ത് ആക്രമിക്കുക ഒന്നും ചെയ്യില്ല. ഇറ്റ് സിംപ്ലി റിവീൽസ് റിയാലിറ്റി. വെളിച്ചം ചുമ്മാ അങ്ങ് പരക്കുന്ന സമയത്ത് ഇരുള് ബാക്കിലേക്ക് റിട്രീഡ് ചെയ്ത് പുറകിലേക്ക് പോയിക്കോളും. എന്ന് മാത്രമല്ല, ഉള്ളതെല്ലാം ഭയങ്കരമായി പ്രകാശിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സത്യം വ്യക്തമായി പറയുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ, വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതിനെ അത് തുറന്നു കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡിസെപ്ഷൻ, ചില ചതിവോ വഞ്ചനയോ ചിലതിൻ്റെ പുറകിൽ ഇരിപ്പുണ്ടെങ്കിൽ സത്യമെടുത്ത് പറയുമ്പോൾ അത് വെളിവായി വരും, തുറന്ന് കാട്ടപ്പെടുന്നതിന് തുല്യമാണ്. റോങ് തിങ്കിങ് പലപ്പോഴും ഈ വചനം പറയുന്ന സമയത്താണ്, അയ്യോ ഞാൻ ചെറുപ്പകാലം മുതൽ ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എപ്പോൾ? സത്യം പറഞ്ഞപ്പോൾ. സത്യം വെളിപ്പെടുമ്പോൾ അസത്യം കൂടെ പുറത്തു ചാടും. മറ്റൊരു പ്രത്യേകത, ഈ സത്യം പറയുന്ന സമയത്ത്, സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹിഡൻ സിൻസ് വെളിപ്പെട്ടു വരും. വ്യക്തികളിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ അത് വെളിപ്പെടുത്തും. ഫിയർ ബേസ്ഡ് അസംഷൻസ്, ഈ പലപ്പോഴും ഭയം നിമിത്തമുള്ള ചില കൺക്ലൂഷൻസ് ഉണ്ട്. ഒത്തിരി പേരെ വഴി നടത്തുന്നത് ഭയമാണ്. എന്തിനേയും പേടിയാണ്. ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, ഭയമാണ് പലരുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഭയത്തിൽ നിന്നാണ് പലരും ചെയ്യുന്നത്. ഭയത്തിൽ നിന്ന് പ്രതികരിക്കുന്നു. ആളുകൾ അങ്ങനെ ചെയ്യുമോ, ആളുകൾ ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ഒരു ഭയം പിടിച്ച് ഇത് പിശാചാരിക്കുമോ, ഇങ്ങനെ ഭയത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലവാണ്. പ്രധാനമായി ലവ്, സ്നേഹമാണ്, ഫെയ്ത്ത് ആണ്, ഗ്രേസ് ആണ്. ഇങ്ങനെയുള്ള പലതുമാണ് പുതിയ നിയമത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എബ്രായലേഖനം 4:12 ദ വേർഡ് ഓഫ് ഗോഡ് ജഡ്ജസ് തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ചിന്തകളെയും മനോഭാവങ്ങളെയും ന്യായം വിധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചിന്തകളിലുള്ള തെറ്റുകൾ, മനോഭാവങ്ങളിലുള്ള തെറ്റുകൾ, ഇതിനെയെല്ലാം അതിഭയങ്കരമായി ന്യായം വിധിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനങ്ങൾ 51:6 വചനം പറയുന്നത്, യു ഡിസയർ ട്രൂത്ത് ഇൻ ദ ഇൻവേർഡ് പാർട്സ്. അന്തരംഗത്തിൽ എന്നെ സത്യം ഗ്രഹിപ്പിക്കണമേ, അങ്ങനെ എന്തുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ കിടക്കുന്നത്. അവിടെ പറയുന്നത് യു ഡിസയർ ട്രൂത്ത് ഇൻ ദ ഇന്നർ പാർട്സ്. അന്തരംഗങ്ങളിലുള്ള സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. എല്ലാവരുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സത്യം, അതാണ് നീ ആഗ്രഹിക്കുന്നത്. അസത്യമല്ല, ഭോഷ്കല്ല, ദൈവത്തിൻ്റെ സത്യം. എന്താണ് ദൈവത്തിൻ്റെ സത്യം? യുവർ വേർഡ് ഈസ് ട്രൂത്ത്. നിൻ്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 17 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വചനം സത്യമല്ലോ. മെഡിക്കൽ സ്കാനുകൾ പലതരത്തിലുണ്ട്. CT സ്കാനുണ്ട്, MRI സ്കാനുണ്ട്, അൾട്രാസൗണ്ട് സ്കാനുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള സ്കാനുകളുണ്ട്. ഈ സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ആ വ്യക്തിയെ ചെറുതാക്കാനോ ആ വ്യക്തിയുടെ കുറവ് പറയാനോ ഒന്നുമല്ല സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരുന്നു. ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്ന ചില രോഗങ്ങൾ, ട്യൂമറുകൾ, സിസ്റ്റുകൾ പോലെയുള്ളത് ഇതിലൂടെ അൺകവർ ചെയ്ത് പുറത്തെടുത്ത് ആളെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അല്ലാതെ ഇയാൾക്ക് ഇന്ന കുറവുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനാണ്.
പത്രമാധ്യമങ്ങൾ കൊടുക്കാനോ അതോ ഇയാൾക്ക് 10-20 ട്യൂമറുകളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്? നോ. അതിനൊരു റെമഡിക്ക് വേണ്ടി, അതിനൊരു സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അതിനുശേഷം ആ സൗഖ്യത്തിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. നമ്പർ 3, ട്രൂത്ത് പ്രൊഡ്യൂസസ് ഫ്രീഡം. സത്യം സ്വാതന്ത്ര്യത്തെ ഉളവാക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, സത്യം എന്നെ സ്വതന്ത്രമാക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, സത്യം എല്ലാവരെയും സ്വതന്ത്രമാക്കും. സത്യം ഗ്രഹിക്കുന്നതിലൂടെയാണ് ഒരാൾ ഫ്രീ ആയി മാറുന്നത്. സത്യത്തിൻ്റെ പ്രത്യേകത, സത്യം ഒരാളെയും ചങ്ങലക്കിടുകയില്ല, പകരം സത്യം എന്ത് ചെയ്യും? എല്ലാവരെയും സ്വതന്ത്രമാക്കും. സത്യം ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ബന്ധനത്തിൽ കിടക്കുന്ന എല്ലാവരും ചങ്ങല പൊട്ടിച്ച് എല്ലാവരും സ്വതന്ത്രമാക്കും. അങ്ങനെ തന്നെ ചിന്തിക്കുക. ഒരു ഭാഗത്തൊരു 250ഓളം തടവുപുള്ളികളൊക്കെ എല്ലാവരും ചങ്ങലയിലിട്ടിയ കാല്, കൈ, അരഭാഗം എല്ലാം ചങ്ങലക്കിട്ടിരിക്കുക. പക്ഷേ സത്യം ഇങ്ങ് വന്നു കഴിഞ്ഞാൽ എല്ലാ ചങ്ങലകളും ഉരുമി പൊട്ടിച്ച് എല്ലാവരെയും സ്വതന്ത്രമാക്കും. അതാണ് സത്യത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ട്രൂത്ത് ലിബറേറ്റ്സ് പീപ്പിൾ. സത്യം ജനങ്ങളെ സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ അവിടെ അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്തിൽ നിന്നൊക്കെയാണ്? ലൈസ്, സത്യമല്ല ഇങ്ങോട്ട് വരുന്നത്. വ്യാജം മുഴുവൻ പുറത്തു വരും. ബോണ്ടേജസ്, ഇതിനാൽ വന്ന ചില ബന്ധനങ്ങൾ, ആ ബന്ധനങ്ങൾ അഴിച്ചുകളയും. അതുകൂടാതെ ഷെയിം, ലജ്ജ, ചിലർക്കൊക്കെ നാണം കെട്ട് ജീവിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് കർത്താവ് പുറത്തു വരും. ഫിയർ മാറ്റിത്തരും, കൺഫ്യൂഷൻ മാറ്റിത്തരും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സത്യത്തിന് സ്വതന്ത്രമാക്കാൻ കഴിയും. റോമാലേഖനം 6:14 സിൻ ഷാൽ നോ ലോങ്കർ ബി യുവർ മാസ്റ്റർ. പാപം നിങ്ങളുടെ മേൽ ഇനി യജമാനനായിരിക്കുകയില്ല, അല്ലെങ്കിൽ അതിൻ്റെ കീഴിലായിരിക്കുകയില്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. പാപത്തിൻ്റെ അടിമകളായി പാപത്തിൻ്റെ ബന്ധനത്തിൽ നിങ്ങൾ ജീവിക്കില്ല എന്നർത്ഥം. 2 Corinthians 3:17 Where the Spirit of the Lord is, there is freedom. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നെഴുതിയിരിക്കുന്നു. 119 സങ്കീർത്തനത്തിൻ്റെ 45 പറയുന്നത് I will walk about in freedom. ഞാൻ സത്യത്തിൽ നടക്കും. For I have sought your precepts. ദൈവം നിൻ്റെ ന്യായപ്രമാണങ്ങൾ അഥവാ നിൻ്റെ കൽപ്പനകളെ ഞാൻ അന്വേഷിച്ചിരിക്കുന്നു. Freedom is found not in ignoring truth but in surrendering to it. നമ്മുടെ ഈ സ്വാതന്ത്ര്യം കാണപ്പെടുന്നത് സത്യത്തെ അവഗണിക്കുമ്പോഴല്ല, ബട്ട് ഇൻ സറണ്ടറിങ് ടു ഇറ്റ്. ആ സത്യത്തിന് വേണ്ടി ആ പരിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് അത് തെളിഞ്ഞു വരുന്നത്. സോ ഫ്രീഡം ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഇഗ്നോറിങ് ട്രൂത്ത് ബട്ട് ഇൻ സറണ്ടറിങ് ടു ഇറ്റ്. സ്വാതന്ത്ര്യത്തെ നമുക്ക് ലഭിക്കുന്നത് സത്യത്തെ അവഗണിക്കുമ്പോഴല്ല, അതിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കുമ്പോഴാണ്. ഇനി 4ാമത്തെ പോയിന്റിലേക്ക് കയറാം. ലാസ്റ്റ് പോയിന്റ്, സ്റ്റാൻഡിങ് ഫേം റിക്വയർസ് കണ്ടിന്യൂവൽ കമ്മിറ്റ്മെൻറ്റ് ടു ട്രൂത്ത്. എൻ്റെ വചനത്തിൽ നിലനിൽക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്, വല്ലപ്പോഴും അല്ല. നിലനിൽക്കണം, അതിൽ തന്നെ എൻ്റെ ടീച്ചിങ്ങിനകത്ത് നിങ്ങൾ നിൽക്കണം എന്ന് യേശു പറയുകയാണ്. അപ്പോൾ സ്റ്റാൻഡിങ് ഫേം എന്ന് പറയുമ്പോൾ ഇറ്റ് റിക്വയർസ് കണ്ടിന്യൂവൽ കമ്മിറ്റ്മെൻറ്റ് ടു ട്രൂത്ത്. സത്യത്തോടുള്ള തുടർമാനമായ ഒരു പ്രതിബദ്ധതയും സമർപ്പണവും ഉണ്ടെങ്കിൽ അതിനാൽ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ യേശു ശിഷ്യന്മാരോട് ഈ വാക്കുകൾ പറയുമ്പോൾ കർത്താവ് വ്യക്തമായി പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം, എൻ്റെ ടീച്ചിങ്ങിൽ നിലനിൽക്കണം. അത് ആരോട് പറയും? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. യോഹന്നാൻ 8:31 എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് അഥവാ വിശ്വാസികളായ വ്യക്തികളോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, എൻ്റെ ടീച്ചിങ്ങിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. വാവ്! ഇവിടെ ട്രൂത്ത് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡിസ്കവേർഡ്, ഇറ്റ് മസ്റ്റ് ബി ലിവ്ഡ്. സത്യം കണ്ടെത്തിയാൽ പോരാ, സത്യത്തിൽ അങ്ങ് ജീവിക്കാൻ തുടങ്ങണം. എഫെസ്യർ 6:14 സ്റ്റാൻഡ് ഫേം വിത്ത് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത് ഫാസ്റ്റൻഡ് അറൗണ്ട് യുവർ വേസ്റ്റ്. നിങ്ങളുടെ
അരയ്ക്ക് സത്യം കെട്ടിക്കൊണ്ട് ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. അരയിൽ സത്യം അങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ ഒരു ഉറപ്പ് കിട്ടും. ജോഷുവ ചാപ്റ്റർ 1 verse number 8 അവിടെ പറയുന്നത് മെഡിറ്റേറ്റ് ദ വേർഡ് ഡേ ആൻഡ് നൈറ്റ്. രാത്രിയിലും പകലും നീ ദൈവവചനം ധ്യാനിക്കണം. കൊലോസ്യ ലേഖനം 2:8 കാണുന്നത് ഡു നോട്ട് ബി ടേക്കൻ ക്യാപ്റ്റീവ് ബൈ ഡിസെപ്റ്റീവ് ഫിലോസഫി. വളരെ ചതിക്കുന്ന വഞ്ചിക്കുന്ന രീതിയിലുള്ള ചില തത്വശാസ്ത്രത്താൽ നിങ്ങൾ അതിൻ്റെ മാസ്മരിക വലയത്തിൽപ്പെട്ട് പോകരുത്. ഇപ്പോൾ ഈ ഫിലോസഫി പോലുള്ള ചില കാര്യങ്ങൾ ക്രിസ്ത്യൻ ഇതിലും ഇൻക്ലൂഡ് ചെയ്ത് കയറാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നും. എന്നാൽ അതിലൂടെ ജീവിതത്തിലെ സത്യം നഷ്ടപ്പെടുകയും അതുപോലെ അവൻ്റെ ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കാതിരിക്കുകയും ചെയ്ത് നശിച്ചു പോകും. റോഡ് പണി നോക്കി ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. കൃത്യമായി അവർ ഒരു പ്രിപ്പറേഷൻ എന്ന വണ്ണം ഓരോരോ സ്ഥലങ്ങളിൽ കുറ്റിയടിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ മാർക്ക് ചെയ്തോ ആദ്യം ഇടും. അപ്പോൾ ഒരേ വീതി എല്ലായിടത്തും വളവ് വന്നാലും എന്ത് വന്നാലും വളവ് നേർന്നാലും ഒരേ വീതി വരത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത ശേഷമാണ് കൃത്യമായ ആ മെഷർമെൻറ്റിൽ തന്നെ റോഡ് പണിയുന്നത്. ഇതുപോലെ വിതൗട്ട് ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ്സ് ഡയറക്ഷൻ ബിക്കംസ് ഡിസ്റ്റോർട്ടഡ്. അപ്പോൾ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ പോക്ക് തന്നെ വല്ലാത്ത രീതിയിലേക്ക് അബോർട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഗോഡ്സ് വേർഡ് റിമെയിൻസ് ദ ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ്. ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ഒരു നിലവാരമായി കണക്കാക്കപ്പെടുന്നത്. ദൈവവചനത്തിൻ്റെയൊക്കെ താഴേക്ക് ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ സ്റ്റാൻഡിങ് ഫേം ഇൻ ട്രൂത്ത്. ദൈവവചന സത്യങ്ങൾ അറിഞ്ഞെങ്കിൽ മരണം വരെ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ആരെങ്കിലും അതുപോലെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കണം. യേശുവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് സ്വീകരിക്കാം. നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞേ, യേശുവേ, എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവായ ദൈവമായി എൻ്റെ രക്ഷകനായ അങ്ങയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിത്യജീവൻ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നെ സത്യത്തിൽ തന്നെ അവസാനം വരെ നിലനിർത്തുന്നതിനായി നന്ദി പറയുന്നു. കൈകൾ നീട്ടിപ്പിടിക്കാമോ? ഈ സമയത്ത് കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാൻ ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അസ്ഥികൾ സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപ്രോസിസ് പോലെ അസ്ഥികൾ പെട്ടെന്നിങ്ങനെ ഒടിഞ്ഞു പോകുന്ന രോഗം, പൊടിഞ്ഞു പോകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തളർവാദം സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സ്കിൻ ഡിസീസുകൾ, സൊറായസിസ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലും ആശ്വാസം എല്ലാവർക്കും കർത്താവ് പകർന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പലരുടെയും കയ്യിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറുണ്ട്, അതിലയക്കാം. ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ അയക്കാം, ഇമെയിൽ അയക്കാം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം, ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാം. ഇതെല്ലാം കർത്താവ് കണ്ട് ഉത്തരം നൽകട്ടെ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ലിങ്കുകൾ ഇട്ട് കൊടുക്കാം, വാട്സപ്പ് ഗ്രൂപ്പുകളിലോ സ്റ്റേറ്റസിലോ ഒക്കെ ഇട്ട് കൊടുക്കാം. പലരും അത് കണ്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.